കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. കൂടാതെ ഇൻഡെക്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഇൻട്രാഡേ ഹൈയിൽ നിന്നും നിഫ്റ്റി 242 പോയിന്റ് ഇടിഞ്ഞ് 23,627 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും താരിഫുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുക്കുന്ന അൺസർട്ടനിറ്റിയുമാണ് മാർക്കറ്റ് ഇൻട്രാഡേയിൽ ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. വരും സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി നിലനിൽക്കുന്നെങ്കിലും മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ടുകളില്ല എന്നുള്ള ഫാക്റ്റ് നമ്മളൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിൽ റാലി വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ്ങും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ ഷോർട്ട് കവറിങ്ങുമാണ്. ഇത് നിഫ്റ്റി 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകാൻ സഹായിച്ചു. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവാണ്. കൂടാതെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി നമ്മൾക്ക് പ്രയോഗിക്കാവുന്നതുമാണ്. അതേസമയം മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക 23,500 കാരണം 23,510 100 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ടുണ്ട്. 23,500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 23,400, 430 തുടങ്ങിയ റേഞ്ചുകളായിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇവിടെ നമ്മൾക്ക് ഒരു ബുള്ളിഷ് ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 23,800 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 23,800 ശേഷം 24,100 റെസിസ്റ്റൻസ്. മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുത്തവരും, അതായത് ഓവർ സോൾഡ് കാറ്റഗറിയിലേക്ക് മാർക്കറ്റ് എത്തിയപ്പോൾ അവിടെ പൊസിഷൻ എടുത്തവരും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും 23,800, 24,100 തുടങ്ങിയ ലെവലുകൾ പരിഗണിക്കാവുന്നതാണ്. വരും ട്രേഡിംഗ് സെഷനിൽ റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് സുസ്ലോൺ എനർജി. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 21% അപ്സൈഡിൽ 70 രൂപയുടെ ടാർഗറ്റ് നൽകി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്ക് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും റിന്യൂവബിൾ എനർജി സെക്ടറിൽ വിൻഡ് എനർജി സെക്ടർ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയേക്കും. 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ 20% വിൻഡ് എനർജി സെക്ടർ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. മുൻനിര രാജ്യങ്ങളൊക്കെ വിൻഡ് എനർജി സെക്ടറിൽ വളരെയധികം മുന്നിലായി കഴിഞ്ഞു. US-ൻ്റെ ടോട്ടൽ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോയുടെ 39%, ജർമ്മനിയുടെയും ടോട്ടൽ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോയുടെ 39% വിൻഡ് എനർജിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. UK-യുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോയുടെ 42%, ചൈനയുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോയുടെ 33% വിൻഡ് എനർജി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി സെക്ടർ വളരുന്നതനുസരിച്ച് വിൻഡ് എനർജി സെക്ടറിലും വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. 2030 ആകുമ്പോൾ 48 ജിഗാവാട്ടിൽ നിന്നും 100 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് ഉയരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിൽ നിർണായകമായ കോൺട്രിബ്യൂഷൻ നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് സുസ്ലോൺ എനർജി. സുസ്ലോൺ എനർജി 2025 ഫിനാൻഷ്യൽ ഇയറിൽ 4 ജിഗാവാട്ട് ശേഷിയുള്ള വിൻഡ് എനർജി പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തേക്കും. 2026 ആകുമ്പോൾ കമ്പനിയുടെ ഇൻസ്റ്റാളേഷൻ ടാർഗറ്റ് 6 ജിഗാവാട്ടും 27 മുതൽ 8 ജിഗാവാട്ടുമാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ്, മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, ഓപ്പറേഷൻ തുടങ്ങിയ എല്ലാ സെക്ടറുകളിലും പ്രവർത്തിക്കുന്ന എല്ലാ സെക്ടറിലും എക്സ്പോസറുള്ള ഒരു കമ്പനി കൂടിയാണ് സുസ്ലോൺ എനർജി. സുസ്ലോൺ എനർജിയുടെ ഓർഡർ ബുക്ക് 710 മെഗാവാട്ടിൽ നിന്നും 2027 ആകുമ്പോൾ 3.2 ജിഗാവാട്ടിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. കൂടാതെ 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 63% CAGR കൂടിയുള്ള വളർച്ച മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. സുസ്ലോൺ എനർജി എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും ഇംപ്രൂവ് ആയിട്ടുണ്ട്. കമ്പനിയുടെ കടബാധ്യത കുറഞ്ഞു തുടങ്ങുകയും നെറ്റ് ഡെപ്റ്റ് എബിറ്റ റേഷ്യോ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മുൻനിര കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുസ്ലോൺ എനർജി എന്ന കമ്പനിയുടെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. ABB, സീമെൻസ്, തെർമാക്സ്, CG പവർ തുടങ്ങിയ കമ്പനികളെക്കാളും ഉയർന്ന രീതിയിലുള്ള വളർച്ചാ നിരക്ക് വരാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഒസ്വാൾ സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്.